Hey guys, welcome back to our channel. So, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മൾ ആഫ്റ്റർ എ ലോങ് ആണ് ഒരു വീഡിയോ ആയിട്ട് വരുന്നത് ഗൈസ്. അപ്പോൾ കുറേ നാളായിട്ട് മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ വീട്ടിലാണ് ഗൈസ്. അപ്പോൾ നമ്മളിന്ന് ശ്രീകൃഷ്ണ ജയന്തി പ്രമാണിച്ച് നിക്കിബിനെ കൃഷ്ണനാക്കുന്ന ഒരു വീഡിയോ ആണ് നമ്മളിന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ എൻ്റെ ചാനലിലേക്ക് ആരെങ്കിലും ആദ്യമായിട്ട് പുതിയതായിട്ട് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ അതിനൊപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ജസ്റ്റ് ഒന്ന് ഇട്ടാലേ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്ഡേറ്റ് ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ലെറ്റ്സ് മൂവ്. സോ ഗൈസ്, അപ്പോൾ നമ്മുടെ നിക്കിബിയുടെ കൃഷ്ണൻ അവനെ കോസ്റ്റ്യൂമാണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ അയൺ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ നമ്മളിവിടെ പ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്തവണ എടുത്തേക്കുന്ന കളർ യെല്ലോ ആയിരുന്നു കേട്ടോ. കഴിഞ്ഞ തവണ നമ്മൾ മറ്റേ കസവായിരുന്നു എടുത്തിരുന്നത്, മറ്റേ സെറ്റ് സാരിയുടെയൊക്കെ പോട്ടോ. അപ്പോൾ ഇത്തവണ നമ്മൾ യെല്ലോ കളറാണ് എടുത്തത്. പിന്നെ ഈ ഒരു ഗ്രീൻ കളർ സാധനം അവൻ്റെ ഷോൾഡറിലിടാൻ വേണ്ടി അതും അയൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുല്ലപ്പൂവൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കാരണം നിക്കിബിയുടെ ഫസ്റ്റത്തെ ശ്രീകൃഷ്ണ ജയന്തി ഇവിടെ എൻ്റെ വീട്ടിൽ ആദ്യത്തെ ആയിരുന്നു. 2, 3 ഒക്കെ ആയിട്ടൊക്കെ നിക്കിബി അവിടെ തന്നെ ആയിരുന്നു, അഖിലിൻ്റെ വീട്ടിലായിരുന്നു ചെയ്തിരുന്നത്. അപ്പം ഇവനാണെങ്കിൽ ഭയങ്കര ഡിമാൻഡായിട്ട് ഇരിക്കുവാണ്. നിക്കിബി വരുന്നില്ല, വിളിച്ചിട്ട് നിക്കിബി റെഡി ആവാന്ന് പറഞ്ഞിട്ട് അവൻ വരുന്നില്ല, കൃഷ്ണ ആവുന്നില്ല എന്നൊക്കെ പറഞ്ഞാണ്. പക്ഷേ കോസ്റ്റ്യൂമൊക്കെ സാധനങ്ങളൊക്കെ കണ്ടപ്പോൾ ആള് ചെയ്യാന്ന് പറഞ്ഞെങ്കിലും ചെയ്യുന്നില്ല. അതെ അങ്ങനെ ഒടുവിൽ അച്ഛനെ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ഇരിക്കണം. ഓടക്കുള്ളിലൊക്കെ മന്തി മേടിക്കാൻ പറഞ്ഞിട്ടില്ലേ? അമ്പലത്തിൽ പോവാനാണ്. ഫോട്ടോ പോകണ്ട. സോ ഒടുവിൽ നമ്മുടെ നിക്കിബി നമുക്ക് വഴങ്ങി തന്നിട്ടുണ്ട്. അപ്പോൾ അവന് ലിപ്സ്റ്റിക്കും ഈ ഒരു പൊട്ടും മാത്രം തൊട്ട് കൊടുത്തുള്ളൂ. ഇത് അവൻ അപ്പം തന്നെ വാശിക്ക് പോയി മായ്ച്ച് അവന്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇവനിനി ഉറങ്ങിയാലേ സെറ്റ് ആവുള്ളൂ. അപ്പം നമ്മുടെ ഘോഷയാത്ര ആണെങ്കിൽ ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ അവനെ റെഡിയാക്കി എടുത്തിട്ട് ഉറങ്ങിയപ്പോൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു രൂപത്തിലായിരുന്നു ലാസ്റ്റ് നിക്കിബി ഇരുന്നിരുന്നത്. ആൾ ഉറക്കത്തിൽ നിന്ന് എണീറ്റ് വന്നപ്പോൾ ചെണ്ട കൊട്ട് ആ ഒരു വൈബിലായിരുന്നു ആൾ പോകുന്നത്. അവൻ അറിഞ്ഞിട്ടില്ല. അവൻ ഡ്രസ്സ് ഇടൂല എന്നൊക്കെ പറഞ്ഞ് നിന്ന ആളാണ് ഉറക്കപ്പിച്ചാലേ ഞങ്ങൾ റോഡ് എത്തിയപ്പോൾ നിക്കിബിനെ എണീപ്പിച്ചത്. അപ്പോൾ നമ്മുടെ ഘോഷയാത്ര കൃഷ്ണന്മാരും രാധകളൊക്കെ എല്ലാവരും വരുന്നുണ്ട് കേട്ടോ. കുറേ ഉണ്ടായിരുന്നു ഇത്തവണ. അപ്പോൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ധ്രുവക്കുട്ടനും കൂടെ വരുന്നുണ്ട് കേട്ടോ. അവരെ വെയിറ്റ് ചെയ്ത് ഞങ്ങളിവിടെ നിൽക്കണം. അപ്പോൾ ധ്രുവും റെഡിയായിട്ട് വരുന്നുണ്ട്. അവർ രണ്ടുപേരും കൂടെ അവിടെ നിൽക്കണമാണ് കാണാനായിട്ട് കേസ്. അപ്പോൾ ഒടുവിൽ ഞങ്ങളും ആ ക്യൂവിൽ വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനി അമ്പലത്തിലേക്കാണ് പോകാൻ പോണേ കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ അവിടെ ചെന്ന് പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരാമെന്നുള്ള പ്ലാനിലായിരുന്നു. അങ്ങനെ അമ്പലം എത്താറായപ്പോഴേക്കും നിക്കിബി അങ്ങോട്ട് കയറുന്നില്ല. കാരണം എല്ലാവരും കൂടെ നിൽക്കുന്നത് ഒറ്റ ലൈനാക്കണമെന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണന്മാരെയൊക്കെ സെപ്പറേറ്റ് ആക്കിയ പാരൻസിനെയും സെപ്പറേറ്റ് ആക്കിയപ്പോൾ ഇവൻ പോകണുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് അന്നൊരു കാര്യം ചെയ്യാം, ഇവിടെ നിൽക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാനും ഇവിടെ നിന്ന് ഞാനും അച്ഛനും കൂടെ അവിടെ നിന്നിട്ട് അപ്പോൾ ബാക്കിയുള്ള ആൾക്കാരൊക്കെ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറാൻ വേണ്ടി വലം വെച്ചുകൊണ്ടിരിക്കണേട്ടാ കേസ്. അപ്പോൾ ഇതാണ് അമ്പലം, നമ്മുടെ ശ്രീരാമക്ഷേത്രമാണ്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് ഇത്തവണ കുറേ കൃഷ്ണന്മാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടത്. ഭയങ്കര ക്രൗഡായിരുന്നു. അങ്ങനെ നമ്മുടെ ശ്രീകൃഷ്ണ ജയന്തിയുടെ പകുതി മുക്കാൽ ഭാഗം ഇവിടെ സെറ്റായിട്ടുണ്ട്, കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അച്ഛനാണ് ഇപ്പോൾ അവിടെ നിൽക്കണം കേട്ടോ കേസ്. അപ്പോൾ അങ്ങനെ നിക്കിബി ആണെങ്കിൽ ഫോട്ടോ എടുക്കാൻ വിളിച്ചിട്ട് അവൻ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവനറിയാതെയൊക്കെ കുറച്ച് വീഡിയോസൊക്കെ ഇങ്ങനെ എടുത്തതാണ്. ഇപ്പോൾ നിങ്ങളെ ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ മര്യാദക്ക് ഒരു ഫോട്ടോ പോലും കിട്ടിയില്ലായിരുന്നു. കാരണം ആൾ ഇന്ന് ഇത്തിരി ശോകമായിരുന്നു. അതുകൊണ്ട് അവൻ ഭയങ്കര വാശി പിടിച്ചിരിക്കുന്ന കാരണം നമുക്ക് ഫോട്ടോസായിട്ട് പറയാനായിട്ടൊന്നും കിട്ടിയിട്ടില്ല കേസ്. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ആയിരുന്നു കേട്ടോ. ഞാൻ ഒട്ടും വിചാരിച്ചില്ല ഇതേപോലെ ആകും എന്ന് വിചാരിച്ചില്ല. കാരണം ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ ഇവൻ ആവൂല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അപ്സെറ്റായിട്ട് നിൽക്കണമായിരുന്നു. പിന്നെ ഉറങ്ങിയെങ്കിൽ ഇവൻ എണീക്കുമ്പോൾ എങ്ങനെയായിരിക്കുമോ എന്നൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു. സമ്മതിച്ചില്ലെങ്കിലോ എന്നുള്ളൊരു ടെൻഷൻ എനിക്കുണ്ടായിരുന്നു.